ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ പോകുന്ന റൂട്ടിന് കേട്ടോ, ഒരു 5:45 പോയി. പക്ഷെ ഇപ്പം നേരം പതുക്കെ വെളുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ആറ്റിങ്ങ ഡിപ്പോയിലെത്തി. നമുക്കിന്ന് 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പാണ് കേട്ടോ. കോവൂര് നേരത്തെ കൂട്ടി ഞാൻ പോയിട്ടുണ്ട്, വീഡിയോയും ചെയ്തിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ പോയി കണ്ട ഡ്യൂട്ടികളുള്ള വേബിലും മെഷീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി നമ്മുടെ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റിന് പിടിച്ചിട്ടേക്കാനായിട്ട് 2 ഇലക്ട്രിക് വണ്ടി ടെസ്റ്റിനായതുകൊണ്ട് നമ്മളിപ്പോൾ RTC വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഇന്നത്തെ വണ്ടി ഇതാണ്. അപ്പം ഇന്ന് ഞാനും സഞ്ജുവേട്ടനാണ് ഡ്യൂട്ടി എടുത്തേക്കുന്നത്. സഞ്ജുവേട്ടൻ ഡ്രൈവർ, ഞാൻ കണ്ടക്ടർ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വണ്ടി ഓടിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എന്നോട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഓട്ടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം ഗായ്സ്, ഒരു പ്രത്യേക കഴിവ് വേണം. എങ്ങനെ ഇതങ്ങ് എത്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാവൂ. അങ്ങനെ ഞാനും ഒരു കൈ വെച്ചെന്ന്. എന്താണ്, ടാറ്റയുടെ വണ്ടിയാണ്. ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് ഓടിച്ചിട്ടുള്ളതല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എന്താ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല. ഗിയർ ഷിഫ്റ്റിങ് സംഭവം കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും എന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് കേസാണ്. ഞാൻ കുറച്ച് ദൂരം ഒത്തിരി ഓടിച്ചോളൂ കേട്ടോ. ഒത്തിരി ഓടിച്ചിട്ട് പിന്നെ ഞാൻ കൊടുത്തു. പിന്നെ പുള്ളിക്കാരൻ തന്നെയാണ് ഓടിച്ചത്. അപ്പോൾ നമുക്കിന്ന് പ്രിയദർശിനിയാണ് നമ്മുടെ വണ്ടി ഇന്ന്. പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ചായയും ഒരു പഴംപൊരിയും കഴിക്കാമെന്ന് വിചാരിച്ചു ഗ്യാസ്. രാവിലെ കാപ്പി കുടിച്ചില്ല. ഒരു ചായ കുടിച്ചപ്പോഴുള്ള പോലെ ചൂടെടുത്ത് വിയർത്ത് വിളിക്കുന്നു. ഭയങ്കര ചൂടിനകത്ത്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് കൂടെ പോയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട്, ഞാൻ ചോറ് വണ്ടി വെച്ച് തന്നെ അങ്ങ് കഴിക്കും. കാരണം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ തന്നെ ഇരിക്കുന്നത് നല്ല സുഖമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പ് ക്ലോസ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ വാഹനം ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റാഫുകളുടെ വെയിറ്റിംഗ് ഷെഡിനകത്ത്. അപ്പോൾ അവിടെ പോയി ഞാൻ എൻ്റെ വാഹനം എടുത്ത് നേരെ വീട്ടിലേക്ക്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ്